സാർ, ഈ മണിപ്പൂർ ഇപ്പോഴും അശാന്തമായി തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ടേം എത്തിയപ്പോഴും മണിപ്പൂരിന് യാതൊരുവിധ ശാന്തിയും കൈവരിക്കുക. ഇംഫാലിൽ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇംഫാലിലെ മെയ്തൈ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കാണാതായി. അതായത് കമൽ ബാബു സിംഗ് എന്ന് പറഞ്ഞ ഒരാളെ കാണാതായതിനെ തുടർന്ന് വലിയ പ്രക്ഷോഭം, സ്ത്രീകളും കുട്ടികളും എല്ലാവരും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു. സർക്കാർ ഓഫീസുകളെല്ലാം പൂട്ടുകയാണ്. അവിടെ മുഴുവനായിട്ട് ഇന്ത്യൻ ആർമിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ ആർമി ഇയാൾക്കായിട്ടുള്ള തിരച്ചിൽ നടത്തുകയാണ്. കാരണം അയാളെ തിരിച്ചു കൊടുക്കാൻ, എങ്ങനെയെങ്കിലും ഈ പ്രതിഷേധം അവസാനിപ്പിക്കാനായിട്ട്. പ്രതിഷേധക്കാർ പറയുന്നത് എല്ലാത്തിനും കാരണം ബീരേൻ സിംഗ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് എന്നാണ് പറയുന്നത്. ബീരേൻ സിംഗിനെ മാറ്റണം, ഇല്ലെങ്കിൽ പച്ചയ്ക്ക് കത്തിക്കും എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂർ ഇപ്പോഴും അശാന്തമായിട്ട് തുടരുകയാണ്. ഇതിനൊരു അന്ത്യം ഈ ഒരു ടേമിലും നരേന്ദ്രമോദിക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ദിസ് ഇസ് എ ബാറ്റിൽ ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. ഈ മണിപ്പൂർ ആ മേഖലയിൽ ഈ ശല്യം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ശല്യം എന്ന് പറയുമ്പോൾ ഏതൊരു സംഭവം അതിൻ്റെ ഇടയിലുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ല സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോ. ഈ വീഡിയോ അതിനപ്പുറത്തൊരു യാഥാർത്ഥ്യമായിരുന്നു നോർത്ത് ഈസ്റ്റിൽ. അവിടെ ഗ്രാമങ്ങൾ ആളുകൾ തുണി പോലും ധരിക്കാതെ നടക്കുക. അവിടെ വികസനം അങ്ങോട്ട് എത്തിയിരുന്നില്ല. അങ്ങോട്ടാണ് ഈ ക്രിസ്ത്യൻ മിഷണറീസ് പോയിട്ട് ഈ പറയുന്ന സ്കൂളുകൾ തുടങ്ങുന്നു, അവർക്ക് വസ്ത്രം കൊടുക്കും. നമ്മളവിടെ നിന്നുള്ള ടീച്ചേഴ്സാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കത്തോലിക്കരല്ല, ഈ പ്രൊട്ടസ്റ്റന്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ് ഇതിനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഡൽഹിയിലൊക്കെയുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ IIT-കളിലെല്ലാം തന്നെ അവിടെ നിന്നുള്ള പിള്ളേർ വന്ന് അവർ വളരെ അഡ്വാൻസ്ഡ് ആണ്. എന്നാൽ അവരെക്കാട്ടും അഡ്വാൻസ്ഡ് ആയ നമ്മുടെ നാട്ടിൽ ആദിവാസികൾ ഇപ്പോഴും ആദിവാസികളായി തുടരുകയാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ മാറ്റം കൊണ്ടുവന്ന സമയത്ത് അത് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. ഐ ആം ഫോർ മൈ നാഷൻ. അവരുടെ ഈ പറയുന്ന മതപരമായ അജണ്ടയ്ക്ക് ഞാൻ എതിരെ തന്നെ, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ഇവർക്ക് വിഘടനവാദ അജണ്ട വരുന്നതാണ് പ്രശ്നം. വിഘടനവാദ അജണ്ട വരുമ്പോൾ അത് മതമല്ലാതായി മാറും, അത് രാഷ്ട്രീയമാണ്. അത് അമേരിക്കൻ സ്പോൺസേർഡാണ്. അതുകൊണ്ട് ഇവർ പറഞ്ഞു, ബംഗ്ലാദേശിലെ പോയ പ്രധാനമന്ത്രി ഹസീന പറഞ്ഞ കാര്യമാണ് അത്. ഇങ്ങനെ പ്രോബ്ലം അതുണ്ട്. അവിടെ ആ പ്രദേശം ഒരുപാട് ഡെവലപ്ഡ് ആയി, നല്ല സാക്ഷരതയൊക്കെയുള്ള പ്രദേശം. കേരളത്തെക്കാട് സാക്ഷരതയുണ്ട്. അത് കാരണം ക്രിസ്ത്യൻ മിഷണറീസാണ്. ഗവൺമെൻറ് സംവിധാനങ്ങൾ അവർ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഗവൺമെൻറ് സംവിധാനങ്ങൾ കാര്യമായി ചെയ്ത് മോഡി വന്നതിന് ശേഷമാണ്. മോഡി റെയിൽവേ കൊണ്ടുവരുന്നു, അങ്ങനെ ഒരുപാട് വികസന പദ്ധതികൾ ആ മേഖലയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് അപ്പുറത്തിരിക്കുന്ന അമേരിക്കയിലുള്ള ഇതിനെ കൺട്രോൾ ചെയ്ത ആളുകൾ അസ്വസ്ഥരാക്കുന്നു. അവരെ ഇളക്കി വിട്ടതാണ് ഈ കലാപം. ഇതൊന്നല്ലേ വേറെ ലോകത്ത് വരുമായിരുന്നു. അതുകൊണ്ടാണ് മന്ത്രിസഭ ഇടപെട്ടുകൊണ്ട് ബിരേൻ സിംഗിനെ അവിടെ നിന്ന് മാറ്റാത്തത്. മാറ്റിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന ഒരു സൈക്കോളജിക്കലായ അപ്പഹാൻഡായി മാറും. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. ഒന്നെങ്കിലും മോഡി ഗവൺമെൻറ് പിന്നോട്ടടിക്കണം. ഇനിയിപ്പോൾ മുമ്പത്തെ പോലെ തന്നെ പോയി അവർ കൺവേർട്ട് ചെയ്യുന്ന സ്വഭാവം വെച്ചാൽ കൺവേർട്ട് ചെയ്ത് വന്ന് തിരിച്ചടിക്കാൻ തീരുമാനിച്ചാലോ മണിപ്പൂർ ശക്തമായി തിരിച്ചടിച്ചാൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യ ചോരക്കൊതിയനായി മാറും. നരേന്ദ്രമോദി ഹിറ്റ്ലറായി മാറും. മുമ്പർക്ക് അങ്ങനെ പേരുണ്ടായിരുന്നു. അപ്പം കുറച്ച് മാറി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണത്. അപ്പോൾ ഇത് തീർക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം അപ്പോൾ അമേരിക്കയുടെ ഫണ്ട് വരുന്ന കാലത്തുള്ള തീരില്ല. ട്രംപ് ചാർജ് എടുത്തതിന് ശേഷം എന്തെങ്കിലും മാറ്റം വന്നെങ്കിലേ ഉള്ളൂ. ഈ മണിപ്പൂർ ഇത്രയും വലിയ പ്രതിഷേധം നടക്കുമ്പോൾ പ്രതിപക്ഷം എല്ലാ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കോൺഗ്രസിൻ്റെ കാലത്ത് ഇതില്ലായിരുന്നു? കോൺഗ്രസിൻ്റെ കാലത്ത് ഉണ്ടായി, പക്ഷേ അത്ര ഇൻറ്റൻസ് ആയിരുന്നില്ല. ഫൈറ്റ് ഉണ്ടായിരുന്നു, പട്ടാളത്തിൽ അട്രോസിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് മറ്റുള്ള അത് പേരിന് വേണ്ടി കോൺഗ്രസ് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു പരിധി കൂടുതൽ അവരുടെ താല്പര്യങ്ങളൊക്കെ അത് ഹനിച്ചിട്ടില്ല. അതേസമയം തന്നെ ഇന്ത്യയുടെ ഭാഗമായി നിർത്താൻ ശ്രമിച്ചിട്ടുമുണ്ട്. മോഡി ശ്രമിക്കുന്നതിന് റൂട്ട് കോസ് തന്നെ അറക്കുക എന്നുള്ളത്. നിങ്ങളവിടെ പാൽപ്പടി കൊടുത്ത് ഇത് ചെയ്യണം, ഞാൻ തന്നെ ചെയ്തോളാം. അത് പറഞ്ഞപ്പോൾ അവർക്ക് അത് പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ചെയ്യണം. കാരണം ഇപ്പം ബീഹാറിൻ്റെ ഗ്രാമങ്ങളെക്കാളും അല്ലെങ്കിൽ ഈ പറഞ്ഞ സന്തോഷ് ജോർജ് എങ്ങനെയാണെങ്കിൽ ഗുജറാത്തിലെ ഗ്രാമങ്ങളെക്കാളും കഷ്ടമായിരുന്നു അവിടെ. പക്ഷെ അത് മാറിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ. അതിന് കാരണം ക്രിസ്ത്യൻ മിഷണറീസാണ്, നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം മോഡി പറയുന്നത് ഇന്നലെ ഓക്കെ ക്രിസ്ത്യൻ മിഷണറീസ് അവിടെ വന്നെങ്കിലും അവരവരുടെ ഗോത്ര സ്വഭാവം കൈവിട്ടിട്ടില്ലല്ലോ. ഗോത്ര സ്വഭാവം ഉണ്ട്. അത് അവർ ഗോത്ര സ്വഭാവത്തെ ഇവർ പറയുന്നത് പോലെ അവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഫൈറ്റ് ഒക്കെയാണ്. അല്ല, ആദ്യം ഉണ്ടായിരുന്നു ഗോത്രവർഗത്തിനിടെ ഫൈറ്റ് ഉണ്ടായിരുന്നു. അത് കണ്ണൂരിലുള്ള ഗോത്രവർഗ ഫൈറ്റുകൾ എങ്ങനെയാണ് പിന്നെ പാർട്ടി ഫൈറ്റായി മാറുന്ന പറയുന്നത്. അതിങ്ങനെ ഇപ്പം കണ്ടില്ല. അതുപോലെ തന്നെയാണ് അതിപ്പോൾ അത് ഒരു മതപരമായ രൂപം ഇപ്പോഴാണ് മതപരമായ രൂപം കൈപ്പിടിച്ചത്. കാരണം അതിന് പണ്ട് ഗോത്രവർഗപരമായിട്ടുള്ള ഫൈറ്റ്, ഗോത്രീയമായ ഫൈറ്റ് എന്ന രീതിയിലാണ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ടിരുന്നത്. ഈ മതപരമായ കാര്യത്തെ അവർ അഡ്രസ്സ് ചെയ്തില്ല. കാരണം അഡ്രസ്സ് ചെയ്താൽ പ്രശ്നമാണ്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇന്ത്യ വളർന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. അത്ര എളുപ്പം നമുക്ക് ഈ കൂട്ടി നിർത്താൻ പറ്റില്ല. ആ പ്രദേശത്ത് നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് അവർ സൂക്ഷിച്ചാൽ കണ്ടത്. മോഡി ഇപ്പം നേരിട്ട് മതപരമായ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇൻഡയറക്റ്റ്ലി. നേരിട്ട് പറയുമ്പോൾ അവർ ഗോത്രപരമായി എന്നേ പറയും. അതാണ് പ്രശ്നം. അത് അവർക്കറിയാം.
അതുകൊണ്ടാണ് ആ പ്രശ്നം അവർ. ഭരണഘടന ഭേദഗതി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഒരു പരിധി വരെ നേരിടാനായിട്ട് സാധിക്കും എന്ന് പല ആൾക്കാരും പറയുന്നു. ഭരണഘടനയിൽ ഇവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരു ഓട്ടോണമി ഉണ്ട് ചില റീജിയനിൽ. അതൊന്നും അത്ര എളുപ്പം മാറ്റാൻ പറ്റില്ല. അത് പിന്നെ അവരെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് കൂടെ പോകാനേ പറ്റുള്ളൂ. പിന്നെ റിലീജിയസ് ഫോം മാറ്റണം. ഇപ്പോൾ സോഫ കൺവേർട്ടഡ് ആയ ആളുകളുടെ കാര്യത്തിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം, അത് അവർ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. പക്ഷേ ഈ അമേരിക്കൻ കണക്ഷൻ മറ്റൊരു പാലസ്തീനായിട്ട് മാറും മണിപ്പൂർ. അത് നമ്മളെങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും. എങ്ങോട്ടും പോകാൻ സാധ്യതയുള്ള സാധനം ഇന്ത്യ രാജ്യം ഏത് രീതിയിൽ ശക്തിപ്പെടുത്തുന്നതിനെ ആശ്രയിച്ച്. വിഘടനവാദം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് മാറണം എന്നുള്ള ആ ഒരു മണിപ്പൂരിൻ്റെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഓരോ ദിവസം കഴിയും തോറും കൂടി വരികയാണ്. പക്ഷെ അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും നമ്മൾ മീനിങ് ഫുള്ളായിട്ട് ഇടപെട്ടാൽ. ഇപ്പം നെഹ്റു നേരിട്ട പോലെ അത്ര ശക്തമായ ഭീഷണി മോഡി നേരിടുന്നില്ല. നെഹ്റുവിൻ്റെ സമയത്ത് ഏത് സമയം അവർ വിട്ടുപോകുമായിരുന്നു. ഇപ്പം നെഹ്റു ഇന്ദിരാഗാന്ധിയൊക്കെ രാജീവ് ഗാന്ധിയൊക്കെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് അവർ ഇന്ത്യയുടെ ഭാഗമായി മാറി, ജനാധിപത്യത്തിൻ്റെ ഭാഗമായി മാറി. ഓരോ സ്റ്റേറ്റും പിന്നെ പോസ്റ്റ് സാധനമൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ മോഡി അത്ര പ്രശ്നം നേരിടുന്നില്ല. മോഡി കുറച്ച് സാഹചര്യങ്ങൾ ഭേദപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇനിയും നമ്മളൊരു 10-25 വർഷം അതിശക്തമായിട്ട് കരുതലോടുകൂടി മുന്നോട്ട് പോയി കൈവിട്ടു. വേറൊരു കാര്യം ചോദിക്കട്ടെ സാർ, ഞാനിത് കേട്ടിട്ടുള്ളൊരു കോൺസ്പിറസി തിയറിയാണ്. ഇതിനകത്ത് ഇന്ത്യൻ പട്ടാളത്തിന് കയറി ഡയറക്റ്റായിട്ട് അവരെ തോക്കിൻ മുലയിൽ നിർത്താനോ അവരോട് ഫൈറ്റ് ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ പോലീസുകാരെ ഇവർ ബാലിസ്റ്റിക് മിസൈൽ എന്നൊക്കെ പറഞ്ഞ സംഭവം ഇടയ്ക്ക് വന്നിരുന്നല്ലോ. മണിപ്പൂർ ബാലിസ്റ്റിക് മിസൈൽ അവർ ഉണ്ടാക്കി അവർ മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലോട്ട് അടിച്ചിട്ടിരുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി മണിപ്പൂരിനകത്തൊരു ശുദ്ധീകരണം നടത്തുകയാണ്. അത് ഈ ഗോത്ര വിഭാഗങ്ങളെ വെച്ചുകൊണ്ട് തന്നെയാണ് എന്നാണ് പറയുന്നത്. കാരണം ഇതിൽ എപ്പോഴും പ്രശ്നക്കാരായിട്ടുള്ള ഗോത്ര വിഭാഗക്കാരുണ്ടല്ലോ. ഈ ഓപ്പിയം കച്ചവടമൊക്കെ നടത്തുന്ന ഈ മലനിരകളിൽ താമസിക്കുന്ന ആ വിഭാഗക്കാരെ താഴ്വരയിൽ താമസിക്കുന്ന മറ്റു വിഭാഗക്കാർ ശക്തമായി നേരിടുന്നുണ്ട്. അതിന് സർക്കാർ ഒന്ന് കണ്ണടച്ചു കൊടുക്കുകയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അല്ല, അതൊക്കെ അതിന് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഉണ്ടാവും, അത് ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ആൻറ്റി ഇന്ത്യൻ സാധനം അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ആ ആൻറ്റി ഇന്ത്യൻ സാധനത്തെ മുമ്പ് പലപ്പോഴും അവഗണിച്ചിരുന്നു നമ്മൾ. ഗോത്രീയമായ സ്വഭാവം മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മളതിനെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. അത് അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ കൈവിട്ടു പോകും. പിന്നെ നമ്മുടെ ഉത്തരേന്ത്യക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറണ്ട. അവർക്ക് സൗത്ത് ഇന്ത്യക്കാരോടും ഈ നോർത്ത് ഈസ്റ്റുകാരോടൊക്കെ ഭയങ്കര പുച്ഛമാണ്. ഉത്തരേന്ത്യക്കാർ നമുക്ക് നേരെ തിരിച്ചാണല്ലോ. നമുക്ക് അങ്ങനെ ഉണ്ടോ? ഉത്തരേന്ത്യക്കാരോട് നല്ല പുച്ഛമല്ലേ നമുക്ക്? അത് ഇപ്പം ബീഹാറികൾ പറയാൻ ഇവിടെ ജോലിക്കാരായി ഒന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കതില്ല. അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഈ നാഷണൽ ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യക്കാരൻ്റെ നോർത്ത് ഈസ്റ്റിൻ്റെ മാത്രം ചുമതല അല്ല, അതെല്ലാവരുടെ ഉള്ളിലുണ്ടാവേണ്ടതാണ്. ആ ഉള്ളിലുണ്ടാകാൻ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കൂടി പഠിക്കണം. ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് പലതരത്തിൽ അഡ്രസ്സ് ചെയ്യണം. RSS ആ തലത്തിൽ കൂടി അത് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരും. RSS ഇടപെടുന്നില്ലെന്നാണ് സാർ പറഞ്ഞത്. RSS നേരിട്ട് ആറ്റിറ്റ്യൂഡ് മാറ്റാനുള്ള ഇടപെടൽ നടത്തുന്നില്ല. അത് ടൈം എടുക്കും. RSSൻ്റെ പ്രവർത്തനം ഇനി ആ ഏരിയയിൽ കൺട്രോൾ ചെയ്ത് തുടങ്ങണം. കാരണം RSS വിചാരിച്ചാൽ നടക്കും. ഇതിൽ കുട്ടികളുടെയൊക്കെ പരിപാടി തന്നെ ഈ പറയുന്നതിൻ്റെ മാതിരിയുള്ള കുറച്ച് മീനിങ് ഫുള്ളായിട്ട് ഇടപെടണം. അതായത് ഈ പറയുന്ന നമ്മളെ നാട്ടുകാരുടെ പരസ്പരമുള്ള ഈ രീതിയിലുള്ള നമ്മുടെ ഉള്ളിലുള്ള ഈ പുച്ഛം ഇതൊക്കെ മാറ്റണം എന്നൊക്കെ കുട്ടിക്കാലത്തെ പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ ഒരു ഫാക്ടറാണ്. അവർ പറയുന്നത് ഞങ്ങളെ ചിങ്കീസ് എന്ന് വിളിച്ചിട്ട് അപമാനിക്കുന്നു എന്നുള്ള ഉത്തരേന്ത്യക്കാർ അവരങ്ങനെയാണ് പറയാം. അപ്പോൾ അവർക്ക് അങ്ങനെ പറയാനുള്ള ചാൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. ഇതങ്ങനെ അവർ പറയാൻ കാരണം എന്ന് വെച്ചാൽ അവർക്ക് കാരണങ്ങൾ വേണം. ആ കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. പറയിപ്പിക്കുന്ന മറ്റവരാണ്. ഈ ചിക്കൻ നെക്ക് വികസിപ്പിക്കാൻ ഒരു ഡോക്ടറിൻ RSSനുണ്ട് 2026 കൂടി എന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും അവിടെയുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഇന്ത്യ കുറച്ചുകൂടെ ശക്തമാവും. പരിഹാരമാവുക കൂടുതൽ പ്രശ്നമാവും നമുക്കറിയില്ല. വികസിപ്പിക്കണ ബംഗ്ലാദേശിന്റെ പ്രദേശങ്ങൾ ഇങ്ങോട്ട് കൂട്ടേണ്ടി വരും. ബംഗ്ലാദേശുമായിട്ടുള്ള വിഷയം അപ്പം ഈ പുറം രാജ്യങ്ങൾ എങ്ങനെയാണ് ആ കാര്യത്തിൽ നിലപാടെടുക്കുക? ഞാൻ കാര്യം ചോദിച്ചിട്ട് പുറം രാജ്യങ്ങളുടെ നിലപാട് ഇന്ത്യക്ക് ഈ സമയത്ത് കേൾക്കേണ്ടതായിട്ടുള്ള ആവശ്യം. ഇനി നമ്മൾ അത്ര ശക്തമൊന്നുമല്ലെന്ന് അത് RSSും BJPയും ഞങ്ങളല്ലാതെ വേറെ ഈ പുറം രാജ്യം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഒന്നല്ല. പുറം രാജ്യം ഞാൻ പറഞ്ഞത് അമേരിക്കയാണ്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനാണ്. അവർക്ക് അവിടെ അജണ്ടയുണ്ട്. അപ്പോൾ അവരോട് കളിക്കാനുള്ള ശേഷിയൊന്നും ഇപ്പോഴും നമുക്ക് ആയിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. പാകിസ്ഥാൻ അടിച്ചിടാനും ചൈനയ്ക്ക് നാശം വരുത്താനും ഒക്കെ ഉള്ള ശേഷി നമുക്ക് ആയിട്ടുള്ളൂ. അമേരിക്കനെ കളിക്കാനുള്ള ശേഷിയൊന്നും ആയിട്ടില്ല. അവർക്ക് അമേരിക്ക സ്ഥിരമായ ശത്രുവില്ല മിത്രവും ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് അവിടെ ഭരിക്കുന്നത് തന്നെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആണ്. അപ്പോൾ അവർ ഈ രീതി ഇന്ത്യ ഇടപെട്ട് കഴിഞ്ഞാൽ അവർ ഇന്ത്യക്കെതിരെ ഉപരോധം കൊണ്ട് നമ്മൾ പട്ടിണി കിടന്ന് ചാവുന്ന അവസ്ഥ വരും കുറേ കാര്യം. കാരണം ഈ നമ്മൾ ഇപ്പോൾ ആവശ്യത്തിന് ഫുഡ് ഗ്രെയിൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും പലതിനെയും നമ്മൾ പുറത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓയിൽ വരണം, അങ്ങനെ പല കാര്യങ്ങൾ വരണം. അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻസിൻ്റെയൊക്കെ വില കൂടും, കിട്ടാതെ വരും, ക്ഷാമം വരും. ഇങ്ങനെ അപ്പം നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ നമുക്കെതിരെ എതിർപ്പുകൾ വന്നോളും. ഇപ്പം ഉറങ്ങിക്കിടക്കുന്ന 5-ാം പത്തികളെല്ലാം എണീറ്റ് ഇന്ത്യക്കെതിരെ പണിയോണം. അത് വളരെ സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര എളുപ്പമേ അല്ലത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.